10th പ്രിലിംസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. അത് ആൻസർ ഓപ്ഷൻ സി നീരജ് ചോപ്രയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2019 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? അത് പി വത്സലയായിരുന്നു. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് KG ശങ്കരപ്പിള്ളക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 2021 നിയമസഭ 15ാമത്തെയും ഇപ്പം നിലവിലുള്ള 2026 അത് 16ാമത്തെ നിയമസഭയാണ്. 17ാമത്തെ ഇലക്ഷനായിരുന്നു നടന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി EOS 04 ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? അതിന് ആൻസർ ഓപ്ഷൻ എ K കസ്തൂരിരംഗൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, താലോലമാണ്. സ്നേഹ സാന്ത്വനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലെ എൻഡോസൾഫാൻ രോഗബാധിതരെ സഹായിക്കാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് JC ഡാനിയൽ പുരസ്കാരം 2024 കൊടുത്തിട്ടുള്ളത്. അത് ശാരദക്കാണ് കിട്ടിയിട്ടുള്ളത്. 2023 ഷാജി N കരുണ് ലഭിച്ചിട്ടുണ്ട്. ഈ JC ഡാനിയൽ പുരസ്കാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1992 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരമാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നൂൽപ്പുഴയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തര മഹാസമതലമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, ലൂണി നദിയാണ്. ഉപദ്വീപീയ നദികളിൽ പെട്ടതാണ് നർമ്മദ, മഹാനദി, കാവേരി, കൃഷ്ണ, ഗോദാവരി. ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി പരുത്തിയാണ്. 14, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ മേഘാലയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോക ഓസോൺ ദിനം എന്നാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16 ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? അത് മണികരണാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? അതിന് ആൻസർ ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. 18, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോജില പാസ് ആണ്. 19 ആണ്, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? അത് ഓപ്ഷൻ എ ഖാരിഫ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി നാഷണൽ വാട്ടർവേ 2 ആണ്. അപ്പോൾ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ സെക്കൻഡ് ആണ്. അപ്പം നാഷണൽ വാട്ടർവേ 2 ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1946 ഡിസംബർ 9. 22, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവനയാണ്, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശരിയാണ്. രണ്ടാമത്തെയാണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. അതും ശരിയാണ്.
മൂന്നാമത്തേതാണ് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് പ്രസ്താവന 1, 2, 3 എന്നതാണ്. അപ്പോൾ നാലാമത്തേതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. അത് തെറ്റാണ്. അപ്പോൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി. അതിന് ആൻസർ ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി ആണ്. 24 ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശാണ്. 25 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? അത് 42ാം ഭേദഗതിയാണ്. 1976 ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യന് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 27ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠമാണ്. 28 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അയിത്ത നിർമ്മാർജ്ജനമാണ്. 29ാമത്തെ ക്വസ്റ്റ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. അതിന് ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 30ാമത്തെ ക്വസ്റ്റ്യനാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, 2005 ഒക്ടോബർ 12 അത് നിലവിൽ വരുന്നത്. 31 പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. 32 വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതിന് ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളിയാണ്. 33 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂരാണ്. 34 സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. അതിന് ആൻസർ ഓപ്ഷൻ എ അരുവിപ്പുറമാണ്. 35 കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, മലബാറാണ്. 36 മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. അതിന് ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂരാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്. അതിന് ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, ചാന്നാർ ലഹള. 39ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. അതിന് ആൻസർ ഓപ്ഷൻ ഡി രാമൻ നമ്പിയാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. അതിന് ആൻസർ ഓപ്ഷൻ ഡി 941. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി കബനിയാണ്. 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്, കബനി, ഭവാനി ആൻഡ് പാമ്പാർ. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ചിന്നാറാണ്. 45 ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. അതിന് ആൻസർ ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ് ആണ്. 47 കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊല്ലം ജില്ലയിലാണ്. 48 കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. അതിന് ആൻസർ ഓപ്ഷൻ സി ഇരവിക്കുളമാണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. 50
കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ്? അത് ഓപ്ഷൻ ഡി ആണ്, 1956 നവംബർ 1-നാണ്. 51-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകാണ്. 52-ാമത്തെ ക്വസ്റ്റ്യൻ, 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ്? അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ്. 53-ാമത്തെയാണ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആര്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, രാഷ് ബിഹാരി ബോസ് ആണ്. അതിൻ്റെ സെക്കൻഡ് ഫേസിലാണ് സുഭാഷ് ചന്ദ്രബോസ് വരുന്നത്. 54-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തബാക സമരം നടന്നത് എവിടെയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ബംഗാളാണ്. 55-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സമ്പാദ് കൗമുദി. 56-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? അത് 1929 ലാഹോർ സമ്മേളനമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 57, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ്? VP മേനോനാണ്. ഓപ്ഷൻ ഡി ആണ്. 58, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 59, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ആന്ധ്രാപ്രദേശ് ആണ്. 60-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 61-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അത് ഓപ്ഷൻ ബി, കരളാണ്. 62-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ടെറ്റനി ആണ്. 63, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? അത് ഓപ്ഷൻ എ, വിറ്റാമിൻ കെ ആണ്. 64, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ ബി ആണ്, എംഫിസിമ. 65, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? അതാണ് ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. 66, തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? അത് ഓപ്ഷൻ സി, അക്ഷയയാണ്. അക്ഷയ തക്കാളിയുടെ സങ്കര ഇനമാണ്. 67, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കാസർഗോഡാണ്. 68, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ്? ഓപ്ഷൻ സി, സസ്യബുക്ക്. 69-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്? അത് ആൻസർ ഓപ്ഷൻ ഡി, മെയ് 22 ആണ്. 70-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ്? ഓപ്ഷൻ സി ആണ്, അപ്പിക്കോ പ്രസ്ഥാനം. 71-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക അറ്റോമികം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ഹീലിയമാണ്. 72, ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹെമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. 73-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലേക്ക് ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, നൈട്രജൻ ആണ്. 74-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. 75-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര്? അതാണ് ഓപ്ഷൻ ബി, പാസ്ചറൈസേഷൻ. 76, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്രയാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, 30 ഡിഗ്രിയാണ്. 77-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം?
അതിന് ആൻസർ ഓപ്ഷൻ സി യുറാനസ് ആണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, LPG ആണ്. പാരമ്പര്യ ഊർജ സ്രോതസ് പറഞ്ഞാൽ യൂസ് ചെയ്താൽ തീർന്നു പോകുന്നവയാണ്. 79 തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഊഷ്മാവാണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ദോലനം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ റെഫർ ചെയ്തിട്ട് ഇരുവശത്തേക്കും നീങ്ങി ഇരുവശത്തേക്കും ചലിച്ച് ആ സെയിം പോയിന്റിൽ തന്നെ നിൽക്കുന്നതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്, ഒരു ഓസിലേഷൻ എന്ന് പറയാം. അപ്പോൾ പെൻഡുലം, ക്ലോക്കിലെ പെൻഡുലം അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതിന് ഉദാഹരണം ഇതിലുള്ളത് ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണമായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ക്ലാസ് എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.